വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡിറക്റ്റ് സ്പീച്ച് അതിനെക്കുറിച്ച് നോക്കാം. ഒരുപക്ഷെ ഇതിൽ ഒരുപാട് റൂൾസ് പാലിക്കേണ്ടതുണ്ടെന്ന് നമുക്ക് തോന്നാം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരുപാട് പേർക്ക് ഇതല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നാം. മറ്റൊരു കാര്യം, നമ്മൾ നമ്മുടെ ഭാഷയിൽ, മലയാള ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിലേതുപോലെ നിയമങ്ങളെല്ലാം പാലിക്കാറില്ല. പക്ഷേ ശരിക്കും മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡിറക്റ്റ് സ്പീച്ച്. എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച്? ഒരാൾ മറ്റൊരാളോട് അല്ലെങ്കിൽ ഒരുപാട് പേരോട് ഒരു കാര്യം പറയുന്നു. അതാണ് ഡിറക്റ്റ് സ്പീച്ച്. അതേ കാര്യം മൂന്നാമത് ഒരാളോട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളോട് പറയുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡിറക്റ്റ് സ്പീച്ച്. സാറ സെഡ്, "ഐ ലവ് ബേക്കിംഗ് കേക്ക്സ്." സാറ പറഞ്ഞു, ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു. ഇതേ കാര്യം മൂന്നാമത് ഒരാളോട് പറയുന്നതാണ് ഇൻഡിറക്റ്റ് സ്പീച്ച്. ഡിറക്റ്റ് സ്പീച്ചിൽ നമ്മൾ കൊട്ടേഷൻ മാർക്സ് എഴുതുമ്പോൾ, ഇൻഡിറക്റ്റ് സ്പീച്ചിൽ, റിപ്പോർട്ടഡ് സ്പീച്ചിൽ കൊട്ടേഷൻ മാർക്സ് ഉണ്ടാവില്ല. ഇത് ഇൻഡിറക്റ്റ് സ്പീച്ചായിട്ട് മാറുമ്പോൾ സാറ സെഡ് ഷീ ലവ്സ് ബേക്കിംഗ് കേക്ക്സ്. സാറ പറഞ്ഞു, കേക്ക് ബേക്ക് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമാണ്. കേക്ക് ബേക്ക് ചെയ്യുന്നത് അവൾ ഇഷ്ടപ്പെടുന്നുവെന്ന് സാറ പറഞ്ഞു. ഇത് മലയാളത്തിലായാലും നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് പറയുക, ഒരു മാറ്റമില്ല. ഐ എന്ന് പറയുന്നത് ഷീ, അവളാണ് പറഞ്ഞത്. അതുപോലെ ഐ ലവ്, അതിവിടെ ഷീ ആവുമ്പോൾ ഷീ ലവ്സ് എന്ന് വേണം. രണ്ടും പ്രസൻറ്റ് സിമ്പിളാണ്, ഒരു മാറ്റമില്ല. ഡിറക്റ്റ് സ്പീച്ചിലും ഇൻഡിറക്റ്റ് സ്പീച്ചിലും അതിന് മാറ്റമില്ല, ടെൻസിന് മാറ്റമില്ല. പക്ഷെ മിക്കവാറും ഇൻഡിറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ ടെൻസുകൾ മാറാറുണ്ട്. ഇവിടെ എന്തുകൊണ്ട് ടെൻസ് മാറിയില്ല? കാരണം സാറ കേക്ക് ബേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അത് അവളുടെ ഒരു സ്വഭാവവിശേഷമാണ്. ആ കാര്യം പറഞ്ഞപ്പോഴും അതിനു മുൻപും പിന്നീടും അതവൾക്ക് പ്രിയങ്കരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ മാറ്റമില്ല. അഥവാ അത് മാറ്റി പറഞ്ഞാൽ സാറ സെഡ് ഷീ ലവ്ഡ് ബേക്കിംഗ് കേക്ക്സ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളാകെ പാടെ മാറിപ്പോയി. അവൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാവും. അപ്പോൾ ഇപ്പോൾ ഇഷ്ടമല്ല എന്നാവും. അപ്പോൾ അങ്ങനെയല്ല, ഇവിടെ ഇപ്പോഴും ഇഷ്ടമാണ് അവൾക്ക്. അതുകൊണ്ട് പ്രസൻറ്റ് സിമ്പിൾ സാധാരണ ഡിറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡിറക്റ്റ് സ്പീച്ച് ആവുമ്പോൾ മാറ്റം വരാറില്ല, ആ ടെൻസിന് മാറ്റം വരാറില്ല. പക്ഷേ കോൺടെസ്റ്റുകൾക്കനുസരിച്ച് ഈ നിയമത്തിൽ മാറ്റം വരാം. പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ആവാം. ഇനി മറ്റൊരു എക്സാമ്പിൾ. ഐ എം ടയർഡ് ഹി സെഡ്. ഞാൻ ക്ഷീണിതനാണ്, അയാൾ പറഞ്ഞു. ഇൻഡിറക്റ്റ് സ്പീച്ച് ഹി സെഡ് ഹി വാസ് ടയർഡ്. ഇവിടെ ഐ ആം എന്നുള്ളത് ഹി വാസ് ആയി, ആം എന്നുള്ളത് വാസ് ആയി, പാസ്റ്റ് ടെൻസ് ആയി. ഞാൻ ക്ഷീണിതനാണ്, അയാൾ പറഞ്ഞു. അതാണ് ഡിറക്റ്റ് സ്പീച്ച്. അതിൻ്റെ ഇൻഡിറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് ഹി സെഡ് ഹി വാസ് ടയർഡ്. അയാൾ പറഞ്ഞു അയാൾ ക്ഷീണിതനായിരുന്നുവെന്ന്. ഇവിടെ ടെൻസ് മാറാൻ കാരണം അത് പറയുന്ന സമയത്ത് അയാൾക്ക് ക്ഷീണമുണ്ടായിരുന്നു, ക്ഷീണിതനാണ്. പിന്നീട് ഇത് മറ്റൊരാളോട് പറയുമ്പോൾ അയാൾ ക്ഷീണിതൻ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ടാണ് വാസ് എന്ന് വന്നത്. ഐ ആം എന്നുള്ളത് ഹി വാസ് ആവാൻ കാരണം അയാൾ ക്ഷീണിതനായിരുന്നു ആ പറയുന്ന സമയത്ത്. പക്ഷെ മലയാളത്തിൽ നമ്മൾ അങ്ങനെ കർശനമായിട്ട് ഈ നിയമം പാലിക്കാറില്ല. അയാൾ പറഞ്ഞു അയാൾക്ക് ക്ഷീണമാണെന്ന്, അങ്ങനെ നമ്മൾ പറയാറുള്ളൂ. അയാൾ പറഞ്ഞു അയാൾക്ക് ക്ഷീണമായിരുന്നു എന്ന് നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് പറയാറില്ല. ഇംഗ്ലീഷിൽ തീർച്ചയായിട്ടും ഈ ടെൻസുകൾ മാറിയേ പറ്റൂ. നമുക്ക് ടെൻസുകളിൽ ഉണ്ടാവുന്ന ഈ ചേഞ്ചസിനെ കുറിച്ച് വിശദമായിട്ട് പിന്നീട് നോക്കാം. രാജു സെഡ് ഐ വോണ്ട് ടു ലേൺ ടു ഡ്രൈവ്. രാജു സെഡ് ഐ വോണ്ട് ടു ലേൺ ടു ഡ്രൈവ്. രാജു പറഞ്ഞു ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വോണ്ട് ടു ലേൺ ടു ഡ്രൈവ്. അതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് രാജു സെഡ് that he wanted to learn to drive. അല്ലെങ്കിൽ Raju told me that he wanted to learn to drive.
ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രാജു said that. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ദാറ്റ് സംസാരിക്കുമ്പോൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറില്ല. അത് ചെയ്യാം, ചെയ്യാതിരിക്കാം, അത് നമ്മളുടെ താല്പര്യമാണ്. അതുകൊണ്ട് രാജു said he wanted to learn to drive അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ ഫോർമലായിട്ട് അല്ലെങ്കിൽ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ദാറ്റ് വേണം. രാജു said that he wanted to learn to drive. രാജു പറഞ്ഞു അയാൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെന്ന്, ആഗ്രഹിച്ചിരുന്നുവെന്ന്. ഇവിടെയും ഐ നാച്ചുറലി ഹി ആയി മാറും. വോണ്ട് എന്നുള്ളത് wanted പാസ്റ്റായി മാറും. രാജു said that he wanted to learn to drive. want എന്നുള്ളത് wanted ആയി. പക്ഷേ അത് പ്രസൻറ്റ് സിമ്പിളാണ്. അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ മാറില്ല എന്ന് പറയുന്നത് ഒരു നിയമമായിട്ട്, റൂളായിട്ട് എടുക്കാൻ പറ്റില്ല. എൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് പറയുമ്പോൾ രാജുവിന് ആഗ്രഹമുണ്ട്, പക്ഷേ രാജു പിന്നീട് ഡ്രൈവിംഗ് പഠിച്ചിരിക്കാം. അപ്പോൾ രാജു അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അയാൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് എപ്പോഴും മാറാവുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, സോ രാജു said that he wanted to learn to drive. അതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. പ്രസൻറ്റ് സിമ്പിളിന് മാറ്റം ഉണ്ടാവില്ല എന്നുള്ള റൂള് എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കോണ്ടെക്സ്റ്റിനനുസരിച്ച് മാറ്റം വരാം. ഇനി അല്ലെങ്കിൽ രാജു ടോൾഡ് മീ ദാറ്റ് ഹി വാണ്ടഡ് ടു ലേൺ ടു ഡ്രൈവ്. ഇവിടെ മീ എന്ന് പറയാൻ കാരണം അന്ന് രാജു പറഞ്ഞത് എന്നോടായിരുന്നു എന്നുള്ളത് നമ്മൾ ഉദാഹരണത്തിന് വേണ്ടി മാത്രമാണ്. സോ രാജു ടോൾഡ് മീ ദാറ്റ് ഹി വാണ്ടഡ് ടു ലേൺ ടു ഡ്രൈവ്. ഈ ടോൾഡ് എന്ന് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവണം. ടോൾഡ് മീ, ഐ ടോൾഡ് ഹെർ, ടോൾഡ് ദെം, ടോൾഡ് ആസ് ഏതെങ്കിലുമൊക്കെ വേണം. ഒന്നുകിൽ രാജു സെഡ് പറയാം, അല്ലെങ്കിൽ രാജു ടോൾഡ് മീ. അതായത് ടോൾഡ് എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ടോൾഡ് മീ, ടോൾഡ് ഹിം, ടോൾഡ് ഹെർ, ടോൾഡ് ദെം, ടോൾഡ് ആസ് എന്നൊക്കെ പറയാം. പക്ഷേ സെഡ് യൂസ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് പാടില്ല. സെഡ് മീ, സെഡ് ഹിം, സെഡ് ഹെർ, സെഡ് ദെം ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമുക്കിനി റിപ്പോർട്ടഡ് സ്പീച്ചായി മാറുമ്പോൾ ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ നോക്കാം. ഷീ സെഡ് ഐ എം വർക്കിംഗ് ഇൻ കൊച്ചിൻ. ഡയറക്റ്റ് സ്പീച്ച്. ഷീ സെഡ് ഷി വാസ് വർക്കിംഗ് ഇൻ കൊച്ചിൻ. ഐ എം വർക്കിംഗ് ഇൻ കൊച്ചിൻ എന്നുള്ളത് ഷീ വാസ് വർക്കിംഗ് ഇൻ കൊച്ചിൻ. വളരെ സിമ്പിളാണ്. അങ്ങനെ ആയേ പറ്റൂ, മാറണം. കാരണം അത് പറഞ്ഞിരുന്ന സമയത്ത് അവൾ കൊച്ചിയിലായിരുന്നു, പിന്നെ മാറ്റം ഉണ്ടായിട്ടുണ്ടാവാം. സോ ഐ ആം വർക്കിംഗ് എന്നുള്ളത് ഇവിടെ ഷീ വാസ് വർക്കിംഗ് ഇൻ കൊച്ചിൻ. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. ഇനി ഹീ സെഡ് ഐ ഹാവ് വാച്ച്ഡ് ദിസ് മൂവി. അയാൾ പറഞ്ഞു ഞാൻ ഈ മൂവി കണ്ടിട്ടുണ്ട്. Present perfect. I have watched this movie. Indirect speech. He said he had watched that movie. This movie, that movie. Have watched, had watched. അയാൾ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നുവെന്ന് പറഞ്ഞു. ആ സിനിമ, ഈ സിനിമയല്ല, ആ സിനിമ. മലയാളത്തിൽ നമ്മൾ ഈ സിനിമ, ആ സിനിമ എന്ന് പറയും. പക്ഷേ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയാറില്ല. ആ സിനിമ കണ്ടിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ പറയാറ്. പക്ഷേ ഇംഗ്ലീഷിൽ നിർബന്ധമായിട്ടും ടെൻസിന് മാറ്റമുണ്ടാവണം. ഹീ സാഡ് ഐ വിൽ കോൾ യു സൂൺ. ഐ വിൽ കോൾ യു സൂൺ. ഫ്യൂച്ചർ ടെൻസ്. റിപ്പോർട്ടഡ് സ്പീച്ച്. ഹീ സാഡ് ഹീ വുഡ് കോൾ മീ ഓർ ഹെർ, ഹിം, അസ്, ദെം സൂൺ. അതിവിടെ വരാൻ കാരണം ഹീ സാഡ് ഐ വിൽ കോൾ യു സൂൺ. ഇതിലെ ആ യു എന്നുള്ളത് ഒരു കൂട്ടം ആളുകളോടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ആളോടാണോ, അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയോടാണോ, അത് പറയുന്ന രണ്ടുപേർക്ക് അറിയാം. പക്ഷേ നമുക്കിവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേത് വേണമെങ്കിലും ശരിയാണ്. ഹി said he would call me or call her, call him or call us or call them soon. They said we can speak Japanese. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ജാപ്പനീസ് സംസാരിക്കാൻ കഴിയും. They said they could speak Japanese. അവർക്ക് ജാപ്പനീസ് സംസാരിക്കാൻ കഴിയുമായിരുന്നു. ക്യാൻ എന്നുള്ളത് കുഡായി മാറും. ഇത് വളരെ സിമ്പിളാണ്. ഡയറക്റ്റ് സ്പീച്ചിൽ ഞാനായിരുന്നു എങ്കിൽ എന്നോട് അവർ പറഞ്ഞു എന്നുള്ളതിന്
ദേ ടോൾഡ് മീ എന്ന് പറയാം. ദേ ടോൾഡ് മീ ദാറ്റ് ദേ കുഡ് സ്പീക്ക് ജാപ്പനീസ്. ഓർ ദേ ടോൾഡ് മീ ദേ കുഡ് സ്പീക്ക് ജാപ്പനീസ്. ഇവിടെ വി എന്നത് ദേ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെഡ് അല്ലെങ്കിൽ ടോൾഡ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് വേണം. ടോൾഡ് മീ, ടോൾഡ് ദം, ടോൾഡ് ഹർ, ടോൾഡ് അസ്. സെഡ് ആണെങ്കിൽ ഒബ്ജക്റ്റ് വേണ്ട. അതുപോലെ ദാറ്റ് യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കാം. സംസാരിക്കുമ്പോൾ മിക്കവാറും യൂസ് ചെയ്യാറില്ല. ഇനി റിപ്പോർട്ടഡ് സ്പീച്ചിൽ ടെൻസുകളിൽ വരുന്ന മാറ്റം. പ്രസൻറ്റ് സിമ്പിൾ പലപ്പോഴും മാറാറില്ല. പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. ഫ്യൂച്ചർ വിത്ത് വിൽ അത് വുഡ് ആയിട്ട് മാറും. അതുപോലെ ക്യാൻ കുഡ് ആയിട്ട് മാറും. ഇനി സമയത്തിലും അതുപോലെ ക്ലേസ് റെഫറൻസിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അതുപോലെ കുറച്ച് കൂടുതൽ എക്സാമ്പിൾസും നോക്കാം. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, സ്റ്റേ ഓസം.